റിബി പറയുമെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തളയുമെന്ന്. ഞാൻ തിയേറ്ററിൻ്റെ വാതിലിൽ എത്തിയതും ഉടനെ എന്നെ ഒരു ചീത്ത വിളിച്ചിട്ട് നിൻ്റെ അടുത്ത് ആരുടെ ഇവിടെ വരാൻ പറഞ്ഞത്, നീ ഇതെന്തരടാ കെട്ടിയിരിക്കണത്, നിനക്കിവിടെ കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് ഞാൻ അവമാനിക്കാനായിട്ടുള്ള നിൻ്റെ ഈ കോപ്പറായങ്ങളോ പറ്റില്ല, അത് നീ കൊച്ചിയിൽ കാണിച്ചാൽ മതി, നീ ഇവിടെ കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവരൊരു 10-35 പേരുണ്ടായിരുന്നു. അത് നിങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ പറയണം, പറഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ റെഡിയാക്കി കളയാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഈ പടം കണ്ടവരൊക്കെ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. മേലെ കണ്ടിട്ട് ഞാൻ ഇറങ്ങിയപ്പം യുവമാർ എൻ്റെ ബാക്കിൽ നിന്നിട്ട് പറയണം, റിവ്യൂ പറയുമെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തളയുമെന്ന്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിൻ്റെ ചിത്രമായ ബറോസ് പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെ തിരുവനന്തപുരം സ്വദേശിയായ ഷാനു എന്ന യുവാവിനെ അദ്ദേഹം ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയതായിരുന്നു. ഇതിനെ തുടർന്ന് മോഹൻലാൽ ഫാൻസ് എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കൾ ഈ യുവാവിനെ ആക്രമിച്ചതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കാണുന്നതിന് മുൻപും സിനിമ കണ്ടതിന് ശേഷവും ഈ യുവാവിനെ ആക്രമിച്ചതായുള്ള പരാതിയാണ് ഈ യുവാവ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമുക്ക് ഈ ബറോസ് സിനിമ കാണാൻ പോയപ്പോൾ എന്താണ് ഷാനു സംഭവിച്ചത്? ഞാൻ എല്ലാ സിനിമയ്ക്കും പുഷ്പ ഇറങ്ങിയപ്പോൾ സാരി കൊടുത്തോണ്ട് പോയായിരുന്നു. മാർക്കോ ഇറങ്ങിയപ്പോഴത്തേക്ക് കോട്ടൊക്കെ ഇട്ട് പോയായിരുന്നു. അപ്പോൾ മാർക്കോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല സിനിമയാണെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. പുഷ്പ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു തമാശയൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ലാസ്റ്റ് മാർക്കോ പറഞ്ഞ് അതിനുശേഷം അവർ ചോദിച്ചു ബറോസിന് എങ്ങനെ മുട്ടയടിച്ച് വരുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അമ്മ ചില മുട്ടയടിച്ച് വരാൻ ചിലപ്പോൾ മുട്ടയടിച്ച് വരും, ലാലേട്ടൻ്റെ പടമല്ലേ, ലാലേട്ടൻ്റെ പടം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം മീഡിയയിൽ കണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂമെല്ലാം 3 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാടക ആധാർ കാർഡൊക്കെ കൊടുത്ത് 3 ദിവസം കൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് ഞാൻ ഡ്രസ്സെല്ലാം മാറി. അപ്പോൾ ഇവിടെ വന്ന് മാനവീയത്തിൽ തന്നെ വന്ന് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അത് ലാലേട്ടനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പടം വിജയിക്കണം, ലാലേട്ടൻ ഫാനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇതെങ്കിലും വിജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിയേറ്ററിലോട്ട് പോയത്. തിയേറ്ററിലോട്ട് ആ കോസ്റ്റ്യൂം ഇട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ മറ്റേ ചെണ്ടോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൻ്റെ വാതിലിൽ എത്തിയതും ഉടനെ എന്നെ ഒരു ചീത്ത വിളിച്ചിട്ട് നിൻ്റെ അടുത്ത് ആരുടെ ഇവിടെ വരാൻ പറഞ്ഞത്, നീ ഇതെന്തരടാ കെട്ടിയിരിക്കണത്, നിനക്കിവിടെ കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നവന്മാരാണ്. ഞാൻ പറഞ്ഞു നിങ്ങളാരാണ്? അപ്പോൾ എൻ്റെ അടുത്ത് പറയണം ഞങ്ങൾ മോഹൻലാൽ ഫാൻസിലുള്ളവന്മാരാണ്. ഞാൻ പറഞ്ഞു അതിന് ഞാൻ എന്തിനാ ചേട്ടാ, നിനക്കിവിടെ വന്ന് ഈ ലാലേട്ടനെ അവമാനിക്കാനായിട്ടുള്ള നിൻ്റെ ഈ കോപ്പറായങ്ങളോ പറ്റില്ല, അത് നീ കൊച്ചിയിൽ കാണിച്ചാൽ മതി, നീ ഇവിടെ കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ എന്തിനാണ് പറഞ്ഞത് നിങ്ങളാ, ഞാൻ സിനിമ കാണാൻ വരികയില്ല, ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോവും, നീ അങ്ങനൊന്നും പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്നെ അങ്ങ് പിടിച്ച് തള്ളിയിട്ട് യുവമാർ 2-3 പേരെ കൂടി ചേർന്നിട്ട് എൻ്റെ ബാക്കിൽ വന്ന് എൻ്റെ കാലിൽ ചവിട്ടി പിടിച്ച് എനിക്ക് തിരിയാൻ പറ്റില്ല. 3 പേരെ ഒന്ന് പിടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ കുഴ ചെറുതായിട്ടങ്ങ് തന്നെ. എനിക്കിപ്പോൾ കാല് നല്ല രീതിയിൽ ഊന്നി നടക്കാൻ പറ്റണില്ല. ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊരു 10-35 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഓരോരുത്തരും ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു പേടുണ്ടായിരുന്നു വാടകയ്ക്ക് എടുത്ത, അതിനെ ഇങ്ങനെ അവന്മാർ ഊരിയെടുത്തിട്ട് അതിനെടുത്ത് എവിടെ എടുത്തങ്ങ് എറിഞ്ഞ് എന്നെ തലയിലിരുന്ന തൊപ്പി എടുത്തുകൊണ്ടുവന്ന് എവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അതെല്ലാം കഴിഞ്ഞ് പിടിച്ചൊക്കെ തള്ളിയിട്ട് ഞാൻ ചെയ്ത് ഇവന്മാർ പറയണ കേട്ട് ഞാൻ ചെന്ന് അപ്പുറത്തൊരു ചേട്ടൻ്റെ കൈലി വാങ്ങിച്ചിട്ട് വന്നു. എൻ്റെ ഒരു സുഹൃത്ത് കൈലി വാങ്ങിച്ചിട്ട് വന്നു. ഞാൻ ആ കൈലി കൊടുത്ത് കാക്കി ഷർട്ട് കൊടുത്ത് ചെരുപ്പ് പോലും ഇല്ലാതെ ഞാൻ മൊണ്ടിയാണ് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയത്. സിനിമയെല്ലാം കണ്ടിട്ട് ഞാൻ ഇറങ്ങിയപ്പം ഇവന്മാർ എൻ്റെ ബാക്കിൽ നിന്നിട്ട് പറയണം, റിബി പറയുമെങ്കിൽ നിന്നെ വെട്ടിപ്പിരുത്തളയുമെന്ന്. റിബി പറഞ്ഞാൽ വെട്ടിപ്പിരുത്തളയുമെന്ന്. ഞാൻ പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അത് നിങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ പറയണം, പറഞ്ഞില്ലെങ്കിൽ നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ റെഡിയാക്കി കളയാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ ഞാനൊക്കെ തിയേറ്ററിലൊക്കെ ഈ പടം കണ്ടവരൊക്കെ കുറച്ച് പേരൊക്കെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, ഞാനത് പറഞ്ഞൊന്നുമില്ലായിരുന്നു, ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ സത്യാവസ്ഥ എന്തായാലും പുറത്ത് വരുമല്ലോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ക്യാമറയും കൊണ്ടൊക്കെ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നും പറയാതെ വെളിയിലിറങ്ങിയപ്പോൾ അവന്മാർ പറഞ്ഞ് നിങ്ങൾ കൂടുതൽ അലമ്പല്. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ തൊപ്പി വീണ്ടും എടുത്താൽ എൻ്റെ തൊപ്പി ഇതാ, ഞാൻ പോട്ടെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ വണ്ടിയിലെ താക്കോലും കൂടെ എവിടെ പോയെന്ന് എനിക്ക് താക്കോല് ഒരുത്തൻ വന്ന് തൂക്കി അങ്ങ് എടുത്തു, താക്കോൽ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ തിരിച്ച് പോയപ്പോഴത്തേക്ക് എനിക്ക് ഈ കയ്യിൽ കൊടുക്കണ്ടേ, ഞാൻ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് അടുത്തവൻ വന്ന് നിന്ന് എൻ്റെ ആട്ടയിലൊന്ന് ഒറ്റയിലടിച്ചിട്ട് ആ വീഡിയോ എടുക്കാൻ വന്ന ചെറുക്കൻ്റെ ക്യാമറ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോയി.
എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവന്മാർ. അപ്പോഴവിടെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, അവരാരും എടുത്തില്ല, ഉണ്ടായിരുന്നു. എന്നിട്ട് അവരാരും എടുത്തില്ല. അവർക്ക് നമ്മൾ പറയുന്ന വീഡിയോ മാത്രം മതി, അവർക്കത് മാത്രം മതി. ഒരു സാധാരണക്കാരന് ഒരാൾ നിൽക്കുമ്പോൾ വന്ന് നിന്ന് അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് മറ്റുള്ളവർക്ക് അറിയിച്ചൂടെ, അതുപോലെ അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നിട്ട് അവന്മാർ എന്നെ വണ്ടിക്കകത്തൊരു വാളുണ്ടായിരുന്നു, വാളും കോസ്റ്റ്യൂമും ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 പേര് വന്നിട്ട് ബാക്കിലിരുന്ന ഈ കോസ്റ്റ്യൂം എടുത്തുകൊണ്ട് അങ്ങ് പോയി. പിന്നീട് ഒരുത്തൻ വന്നത് എന്നെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കിയിട്ട് ഈ സൈഡിലിരുന്ന സാധനം എടുത്തുകൊണ്ട് പോയി. അടുത്തപ്പോൾ അവിടെ നിന്ന് അടിക്കാൻ വേണ്ടി കയറിയത് വീണ്ടും എൻ്റെ ആട്ടയിൽ വന്ന് അങ്ങ് അടിച്ചിട്ട് യവന്മാർ നേരെ വണ്ടിക്കകത്തിരുന്ന വാളുണ്ടായിരുന്നു, അത് ഞാൻ വാടാക്കി എടുത്തതാണ്. ആ വാളെടുത്തോണ്ട് യവന്മാർ പൊക്കളഞ്ഞു, വാളും ഒരു പാഡും എടുത്തോണ്ട് പൊക്കളഞ്ഞു. എന്നിട്ട് അവസാനം തുണികളെല്ലാം കൊണ്ട് ഒറിജിനലല്ല, വാടാക്കി എടുത്തത് ഇവിടെ നിന്ന് ആധാർ കാർഡ് കൊടുത്ത്, അത് അവന്മാർ തന്നില്ല. ഞാൻ അങ്ങനെ ഇന്നലെ ചെന്ന് പറഞ്ഞ് സാധനം തിയേറ്ററിൽ വെച്ച് കാണാതെ പോയെന്ന് പറഞ്ഞു, ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ. ഇന്ന് വേറെ സ്ഥലത്തുനിന്ന് ഒരു പാഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അതിന് 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു നഷ്ടപരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വാടക കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. പിന്നെ വല്ലപ്പോഴേക്കും സ്കൂൾ ട്രിപ്പൊക്കെ നമുക്ക് കിട്ടുമ്പോൾ സ്കൂളിൽ ബസ് എടുക്കാൻ പോകാറുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അപ്പോൾ ഇടപെട്ടില്ല? അപ്പോഴേ പോലീസ് അവിടെ വന്നായിരുന്നു. പോലീസ് വന്നപ്പോഴത്തേക്ക് അവരും എൻ്റെ വീഡിയോ കാണുന്നവർ തന്നെയാണ്. അപ്പോൾ ഉടനെ യവന്മാർ പറഞ്ഞു കൊടുത്ത് പോലീസ് വന്ന അന്വേഷണം പറഞ്ഞ് ഞാൻ പെൺപിള്ളേരെ അനാവശ്യമായിട്ട് പെൺപിള്ളേർ അനാവശ്യമായിട്ട് പറയും, കൊച്ചു പിള്ളേർ പറയുമ്പോഴത്തേക്ക് വൃത്തിയോട് പറയുകയാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞ്. അപ്പോഴേ എന്നെ 2-3 പേര് വന്ന്, ഞാൻ ആരെയും വിളിച്ചില്ല, 2-3 പേര് വന്ന് ഉടനെ പറഞ്ഞു, സാറേ അങ്ങനെയുള്ള പയ്യനൊന്നുമല്ല, നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, പാവപ്പെട്ടവനെ പിടിച്ച് അടിക്കാനൊക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴവർക്ക് സത്യസന്ധത മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആലുവയ്യ വണ്ടി ഞാൻ വാടകയ്ക്ക് എടുത്ത സാധനമാണ്, ഇത് എനിക്ക് വാടക കൊടുക്കേണ്ടതാണ്, എൻ്റെ കയ്യിൽ കൊടുക്കേണ്ട പൈസ ഇല്ല, ഞാൻ ആട്ടോ ഓർണയാണ്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ നമ്പർ എഴുതിയെടുത്ത് എൻ്റെ പേരും ഫോൺ നമ്പരും വാങ്ങിച്ചുകൊണ്ട് അവരങ്ങ് പോയി. അങ്ങനെ പിന്നെ ഞാൻ ആട്ടോ എടുത്തുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഇന്നലെ ഞാൻ അവിടെ വാളഞ്ച് കേസ് അന്വേഷിക്കാൻ വേണ്ടി ചെന്ന്, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതുമില്ല. പരാതി കൊടുത്തോ നിങ്ങൾ? പരാതി കൊടുത്തില്ല. പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. കാര്യം പോലീസ് വന്നിട്ട് ഇങ്ങനെ പോയില്ലേ, ഇനി നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ എന്നെ പിടിച്ച് അവിടെ ഇരുത്തും. ബാക്കിയുള്ള പോലീസ് വന്നപ്പോഴത്തേക്ക് അവർ പറയണതാണ് അവർ കറക്റ്റാണ് കേട്ടത്. പിന്നീട് 5-6 പേരൊന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ സത്യസന്ധത മനസ്സിലായത്. അപ്പോൾ ഞാൻ കുറ്റക്കാരനല്ലെന്ന് അവർക്ക് മനസ്സിലായി. തിയേറ്ററുകാർക്ക് ഒരു പരാതിയില്ല, ഞാനൊരു വേഷമിട്ട് വരുന്ന തിയേറ്ററുകാർക്ക് ഒരു പരാതിയില്ല. ഞാൻ അവിടെ അടി ഉണ്ടാക്കുന്നില്ല, അസഭ്യം പറയുന്നില്ല, ഞാൻ മദ്യപിച്ച് അവിടെ ഒന്നും ആടുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ സിനിമ കാണുന്നു, നല്ല രീതിയിൽ റിവ്യൂ പറയുന്നു, ഞാൻ എൻ്റെ കാര്യത്തിനെ പോകുന്നു. എൻ്റെ റിവ്യൂ ഒരുപാട് പേര് കാണുന്നു, എന്നെ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അഴുക്ക പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും തിരിഞ്ഞ് നോക്കൂല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഓട്ടിക്കണ എൻ്റെ ആട്ട വന്ന് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞാൽ എൻ്റെ ആട്ടയിൽ കുറേ അടിയൊക്കെ അടിച്ചു അവന്മാർ ടോപ്പിലൊക്കെ വന്നു. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് വീണ്ടും അവന്മാർ അടിക്കാൻ വേണ്ടി കയ്യേറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മർദ്ദിച്ചവർ ഈ ഫാൻസുകാർ എന്ന് ഉറപ്പ് തന്നെയാണോ? ഫാൻസുകാരെന്ന് പറഞ്ഞാലാണ് മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്നെ അടിക്കാൻ വേണ്ടി വന്നത്. ഫാൻസുകാരാണ് ഇവിടെ. ഫാൻസ് ഷോ ആയിരുന്നൊന്നും എൻ്റെ ആട്ടമൊന്നും ഇവിടെ പറ്റൂല. ഞങ്ങളിവിടെ കഴിഞ്ഞിട്ടേ ഇവിടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് വരണം. എന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ ഡ്രസ്സ് മാറി പോയിട്ട് എന്നെ അവന്മാർ ഉപദ്രവിച്ചാണ് വിട്ടത്. എന്നിട്ടാണ് അവസാനം താക്കോൽ കൊണ്ടുവന്നത്. താക്കോൽ എടുത്തുകൊണ്ട് പോയിട്ട് താക്കോൽ കൊണ്ടുവന്നാണ് പിന്നെ ഞാൻ വണ്ടി എടുത്തത്. എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ തൈലിട്ടാണ് നടന്നത്, കാലൊട്ടും വയ്യ. പരാതിപ്പെടാൻ വേണ്ടി പോയപ്പോഴേ നമ്മൾ ആട്ടോ ഓടി അന്നന്നായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കേസിൻ്റെ പിറകെ പോകാനായിട്ട് നമുക്കില്ല. അതുകൊണ്ട് ഞാനായിട്ട് തിരഞ്ഞെടുത്തൊരു വഴിയാണിത്. എല്ലാവരും അറിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അറിഞ്ഞിട്ട് അവരൊരു തീരുമാനം പറയട്ടെ, അപ്പോഴും ഞാൻ ഇറങ്ങാം. അല്ല ഞാൻ പോയി സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ പ്രതിയാവൂലേ? ഇത്രയും പേര് ഒരുത്തനെ വന്ന് അടിച്ച് കൊന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആർക്കുണ്ട്? ആരുമില്ല. ഞാൻ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ എനിക്കൊന്നും പറഞ്ഞുകൂടെ? അഥവാ ഞാൻ ഒരു റിവ്യൂ പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു വാക്കുപോലും മിണ്ടിയിട്ട് പോലുമില്ല. പറയുന്ന മുമ്പാണ് വ്യക്തിപരമായിട്ടായിരിക്കും അവർ അടിക്കാൻ വന്നത്. ഈ തല്ലിയവർ ഇതിന് മുൻപ് എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ള ആൾക്കാരാണോ? അങ്ങനെ എന്തെങ്കിലും? ഒരാളെ എനിക്കറിയാം. ഒരാളെന്ന് പറയുന്നത് ഒരു മോണയൊക്കെ ഇങ്ങനെ വീങ്ങിയിട്ടുള്ള ഒരാളിനെ എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ആരടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അണ്ണാ ഞാൻ ഒരു ദിവസം ജോലി ചെയ്ത സൈറ്റിൽ 2 ദിവസം അവിടെ ഈ ചേട്ടൻ ജോലിക്കാരെ കൊണ്ടുവന്ന് പണിയാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഞാൻ 2-3 ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പാച്ചല്ലൂർ എവിടെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. ചോദിച്ചപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല. അവനാണ് എന്നെ പിടിച്ച് ഇങ്ങോട്ട് തള്ളി എറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒരു പയ്യൻ വന്ന് അടിക്കാൻ വേണ്ടത്. പിന്നെ ബാഗും തൂക്കി വന്നൊരു പയ്യൻ നിന്നെ മേലെ ഇനി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ അരിഞ്ഞളയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.